ഡൽഹി രാജീവ് ഗാന്ധി ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ രോഗികളുടെ വ്യക്തിഗത വിവരങ്ങൾ വിൽപ്പനയ്ക്ക് എന്നുള്ള ഗുരുതരമായ ഒരു റിപ്പോർട്ടാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ദ ബിഗസ്റ്റിലൂടെ ഇന്ന് ഹലോ മലയാളം എത്തിക്കുന്നത്. 25 ലക്ഷം രോഗികളുടെ വിവരങ്ങളാണ് ഡാർക്ക് വെബിൽ വിൽപ്പനയ്ക്കായി വച്ചിരിക്കുന്നത്. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങളിലൊന്ന്. ഇതുവരെ വിവിധ രോഗങ്ങൾക്കായി ചികിത്സ തേടിയത് 57,77,478 വ്യക്തികൾ. ഇതിൽ 25 ലക്ഷം പേരുടെ വ്യക്തിവിവരങ്ങളാണ് ഡാർക്ക് വെബിൽ വിൽപ്പനയ്ക്ക് എത്തിച്ചിരിക്കുന്നത്. ഇതുപോലെ ലക്ഷക്കണക്കിന് പേരുടെ വിവരങ്ങളാണ് ഡാർക്ക് വെബിൽ ലഭ്യമായിരിക്കുന്നത്. പേര്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, സ്വീകരിച്ച ചികിത്സ, പാൻ കാർഡ് നമ്പർ എന്നിവയെല്ലാം ചോർന്നു. വിൽപ്പന തുകയായി നിശ്ചയിച്ചിരിക്കുന്നത് 25,000 രൂപ. വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് ആശുപത്രിയുടെ അപ്പോയിന്റ്മെന്റ് സേവനങ്ങൾ മരവിപ്പിച്ചു. പ്രശ്നം പരിഹരിച്ച് സൈറ്റ് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചെങ്കിലും വിവരങ്ങൾ ഇപ്പോഴും സുരക്ഷിതമല്ല. ഫെബ്രുവരി 7 മുതലാണ് ഈ വിവരങ്ങൾ ഡാർക്ക് വെബിൽ ലഭ്യമായത്. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അത് അപ്രത്യക്ഷമായി. സൈബർ ആക്രമണങ്ങളെ ചെറുക്കാൻ സാധിക്കുന്ന രീതിയിലല്ല വെബ്സൈറ്റ് ക്രമീകരിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ 57 ലക്ഷം പേരുടെയും ഡാറ്റ ചോർന്നു എന്നുള്ളത് നിസ്സംശയം പറയാം. മലയാളികൾ മുതൽ നേപ്പാൾ, ബംഗ്ലാദേശ്, ശ്രീലങ്ക അടക്കമുള്ള രാജ്യങ്ങളിലുള്ളവരുടെ വിവരങ്ങളും ചോർന്നിട്ടുണ്ട്. രാജ്യത്ത് ഡാറ്റ ചോർച്ച നിത്യസംഭവമാകുകയാണ്. സാമ്പത്തിക തട്ടിപ്പുകൾക്കടക്കം ഈ വിവരങ്ങൾ ഉപയോഗിക്കുന്നു. വ്യക്തിവിവരങ്ങൾ സംരക്ഷിക്കപ്പെടുക എന്നത് ഒരു പൗരൻ്റെ മൗലികാവകാശമാണെന്നിരിക്കെ അധികൃതരുടെ ഇടപെടൽ കൂടിയേ തീരൂ. തിരുവനന്തപുരത്തു നിന്നും ഹാൻസ് ജോൺ, ന്യൂസ് മലയാളം.